പ്രൈസ് ദ ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കി തരുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണ്. ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങൾ വളരെ തിരക്കിട്ട സ്കെഡ്യൂളുകളും തിരക്കിട്ട മീറ്റിങ്ങുകളും ഒക്കെ ആയിരുന്നതുകൊണ്ട് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ കയറി ശുശ്രൂഷിപ്പാൻ സമയം ലഭിച്ചില്ല. പകലും വൈകുന്നേരവും മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ അങ്ങനെ ചില പ്രയാസങ്ങളുണ്ടാകും. നമ്മുടെ യൂട്യൂബിൽ GB ടോക്സും കുറച്ച് ദിവസങ്ങളായിട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇന്നു മുതൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഓസ്ട്രേലിയ മറ്റൊരു നോർത്തേൺ ടെറിട്ടറിയിലാണ്. സമയം പിന്നെയും അല്പം വ്യത്യാസമുണ്ട്. ഇന്നു മുതൽ അടുത്ത 3 ദിവസം ഇവിടെ ഡാർവിനിൽ സുവിശേഷ മഹായോഗം നടക്കുന്നു. ഈ കൺവെൻഷനുകളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. കേരളം പോലത്തെ ഒരു സ്ഥലമാണ് ഈ ഡാർവിൻ എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള ഭൂപ്രദേശം, കേരളത്തിൻ്റെ രീതിയിലുള്ള കൃഷികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇന്ന് പ്രഭാതത്തിലാണ് ഇവിടെ എത്തിച്ചേർന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയെ ഓർക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് വേദഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്താട്ടെ. ഈ യൂട്യൂബിലും ഒക്കെ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി ഈ ക്യാമറ ഓൺ ചെയ്യണമെന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ സൂമിലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രഭാത പ്രാർത്ഥന സൂമിലാണ് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന പോരാളികൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാവചനികമായ മേഖലയിലുള്ള പ്രൊഫറ്റിക്കൽ മിനിസ്ട്രിയൊക്കെ ഈ സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പങ്കെടുക്കുക. സാധാരണ പറയുന്ന പോലെ തന്നെ സ്ക്രീനെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡാകാൻ പറ്റും. അവിടെ നിന്ന് അടുത്ത മീറ്റിങ്ങുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ലഭ്യമാകും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ഗൾഫ് കൺട്രീസിലെ പ്രതിസന്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും പ്രാർത്ഥിക്കുക എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരാഴ്ച കൂടെ ഞാനിവിടെ ഓസ്ട്രേലിയയിലുള്ളൂ. ഈ ദിവസങ്ങളിലെ മീറ്റിങ്ങിന് ശേഷം ഞാൻ മെൽബണിലേക്ക് കടന്നു പോകും. അടുത്ത ഒരാഴ്ച മെൽബണിൽ 2 സ്ഥലങ്ങളിലായിട്ട് സുവിശേഷ യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഓർക്കാൻ വിശേഷാൽ ഓർമ്മിപ്പിക്കുന്നു. ഒട്ടും സമയം കളയാതെ നമുക്ക് വേദഭാഗത്തേക്ക് വരാം. ചിലർ പ്രാർത്ഥന പ്രത്യേകം അപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കുന്നതാണ്. ഒട്ടും സമയം കളയാതെ നമ്മൾ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളാണ് ചിന്തിച്ച് വരുന്നതും പഠിച്ചു വരുന്നതും. 22ാമത്തെ അത്ഭുതത്തിലേക്ക് കടക്കുകയാണ്. 7 വാക്യങ്ങളിൽ കിടക്കുന്ന ആ അത്ഭുതം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസ് 7-ലുമാണ് ഈ ഭാഗം കിടക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. സുജാൻറ്റി നിർത്തി ഒന്ന് വേഗത്തിൽ അതൊന്ന് വായിച്ചാൽ സന്തോഷമായിരിക്കും. 7 വാക്യമേ ഉള്ളൂ. ഒന്ന് വേഗത്തിൽ അത് വായിച്ചാൽ നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വേഗത്തിലൊന്ന് വായിക്കാൻ പറ്റുമോ? വേഗത്തിൽ. യേശു അവിടം വിട്ട് സോർ സീദോർ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുത്ത് വന്നു. അവൻ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിനവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു.
ആ നാഴിക മുതൽ അവളുടെ മോൾക്ക് സൗഖ്യം വന്നു. മതി. ശ്രദ്ധിക്കണേ, യേശുക്രിസ്തുവിനെ പോലും വിസ്മയിപ്പിച്ച ഒരു വിശ്വാസത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഈ അത്ഭുതം ഒരു ജെൻറ്റൈൽ ടെറിറ്ററിയിൽ നടന്നതാണ്. ഇവിടെ പറഞ്ഞാൽ ജാതീയ പ്രവിശ്യയിൽ നടന്ന ഒരു അത്ഭുതമാണ്. ഒരു വിദേശിയായ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഭൂതോപദ്രവ നിമിത്തം പ്രയാസം അനുഭവിക്കുന്ന തൻ്റെ മകളെ എടുത്തുകൊണ്ട് ഓടി വരികയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സുജയാൻറ്റി വായിച്ച് കേട്ട ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒറ്റ വാക്കിൽ ഒരു റിജക്ഷൻ്റെ ചെല്ലുമ്പോൾ യേശുക്രിസ്തു നല്ലൊരു പ്ലസൻറ്റ് വെൽക്കം അല്ല കൊടുക്കുന്നത്, അല്ലേ? റിജക്ഷൻ പോലൊക്കെ തോന്നുമെങ്കിലും എന്താ പറഞ്ഞേ, ആൻ ഇൻസിഡൻറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വൈബ് ഓഫ് റിജക്ഷൻ ബിക്കംസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് പെർസിസ്റ്റൻ്റ് ഫെയ്ത്ത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു തഴയപ്പെടലിൻ്റെ ചരിത്രം പോലെ ആരംഭിച്ച് സകലരെയും ഞെട്ടിക്കുന്ന വിശ്വാസത്തിൻ്റെ, ഉറച്ച വിശ്വാസത്തിൻ്റെ ചരിത്രമായി തീരുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗം ഞാൻ അവിടെ പറയാം. ഇനി ഒത്തിരി പേര് ക്യാമറ ഓൺ ചെയ്യാനുണ്ടല്ലോ, വേഗത്തിൽ ക്യാമറ ഓൺ ചെയ്ത് ഒരു വാക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. നിൻ്റെ ചില പരിശോധനകൾ തമ്പുരാൻ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന മേഖലകളിൽ ആരംഭിക്കുന്നത് പോലെ നിനക്ക് തോന്നിയാലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വിശ്വാസത്താൽ കാണാൻ പോകുന്ന അസാധാരണ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഈ മേഖലയ്ക്കകത്ത് പിന്നാലെ വരും എന്ന് ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്നവർ വായ്കളെ തുറന്ന് ആമേൻ പറയുക. ഒന്നുകൂടെ ആ പദം ഞാൻ പറയാം. ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന ചിന്തയിൽ ആരംഭിക്കുന്ന ചില ശോധനകൾ, അതിനപ്പുറം ചരിത്രം, ലോകം ഞെട്ടിപ്പോകുന്ന വിശ്വാസത്തിൻ്റെ പ്രദർശനമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഒന്നാം ചിന്തയിലേക്ക് നമുക്ക് വരാം. വേഗത്തിൽ 3-4 ചിന്തകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത, ഈ ഒരു ഡെസ്പറേറ്റ് മദർ, അല്ലേ? എന്ന് പറഞ്ഞാൽ ദീർഘനാളുകളായി തൻ്റെ തലമുറയ്ക്ക് സൗഖ്യമില്ലാതെ ഭൂതമിട്ട് ഇങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നതിൻ്റെ ഇടയിലും നിശബ്ദയായി ഈ സാഹചര്യങ്ങളെ മൊത്തം, നമ്മുടെ നാട്ടിൽ പറയത്തില്ലേ മൂകസാക്ഷി എന്ന്, അങ്ങനൊരു മൂകസാക്ഷിയെ പോലെ തലമുറയുടെ ദുഃഖവും വേദനയും കാണേണ്ടി വന്ന, അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു മാതാവിൻ്റെ ചരിത്രം. എ ഡെസ്പറേറ്റ് മദർ, ബട്ട് ഷീ റെഫ്യൂസ്ഡ് ടു റിമെയിൻ സൈലൻറ്റ്. എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കാൻ അവൾ തയ്യാറായില്ല. അവളുടെ അവസ്ഥ, അവളുടെ തലമുറ കടന്നു പോകുന്ന സഫറിങ്സ് നിസ്സാരമല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ വലുതാകുമ്പോൾ നാം പോലും അറിയാതെ ദുരഭിമാനങ്ങൾ വെടിഞ്ഞ് ദൈവസന്നിധി നിലവിളിക്കാറില്ലേ? 130ഓളം കുടുംബങ്ങളുടെ ശബ്ദം കേൾക്കുന്നല്ലോ. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആ ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അഭിമാനങ്ങൾ നോക്കാതെ ദൈവസന്നിധി കരഞ്ഞൊരു ചരിത്രം നമുക്ക് പറയാനില്ലേ? ഹലോ, ആമേൻ. The real desperation will break pride, will break the barrier of distance, even will break the effect of public opinion. എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ചില ശോധനകൾ നമ്മൾ ആരൊക്കെയോ ആണെന്നുള്ള നമ്മളുടെ നിഗളത്തെ ഉടയ്ക്കും. ജീവിതത്തിലെ ചില ശോധനകൾ, ആമേൻ, സ്തോത്രം, ദൂരെയാണെന്നുള്ളതിൻ്റെ ആ ഒരു യേശുക്രിസ്തു എവിടെയോ ആണ്, ഞാൻ അവിടേക്ക് ചെല്ലണമല്ലോ എന്നുള്ള ചിന്ത അങ്ങ് മാറും. 3, നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയും മാറും. പബ്ലിക് ഒപ്പീനിയൻ നോക്കിയല്ല യേശുക്രിസ്തു നിന്റെ തലമുറയെ സൗഖ്യമാക്കാൻ പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില മാതാപിതാക്കളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ആ ദൂത് കൈമാറുന്നു.
നീ കടന്നു പോകുന്ന ആ വേദന, ചോദ്യങ്ങൾ നിന്നെ വല്ലാതെ അലട്ടുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് ഭവിച്ചു, എൻ്റെ കുടുംബത്തിനകത്ത് ഈ പ്രതിസന്ധി വരാൻ കാരണമെന്ത് എന്ന ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഒരു ഉത്തരം തരുന്നു. അത് മറ്റൊന്നുമല്ല, നിന്റെ വേദനകളെ മറക്കത്തക്ക തരത്തിൽ നീ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമെങ്കിൽ ഇന്നു പകലിലും പരിശുദ്ധാത്മാവ് നിന്റെ ചരിത്രത്തെ മാറ്റുന്ന സൗഖ്യത്തിൻ്റെ കരത്തെ കൈമാറാൻ ഇന്നു പകലും എൻ്റെ ദൈവം തയ്യാറാണ്. ഓ ജീസസ്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടുകൾക്കകത്ത് ആ സൗഖ്യം ചലിച്ചു തുടങ്ങട്ടെ. ചില വീടുകൾക്കകത്ത് ആ ദൈവപ്രവൃത്തി ചലിച്ചു തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറയാൻ കഴിയുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ രോഗസൗഖ്യം നടക്കട്ടെ. ഈ 130ഓളം കുടുംബങ്ങൾ ഡിവൈസസ് സൂം മീറ്റിങ്ങിൽ കയറിയിരിക്കുമ്പോൾ ആ വീടുകൾക്കകത്ത് ഇപ്പോൾ കർത്താവെ ഞാൻ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നു, രോഗസൗഖ്യത്തിൻ്റെ തലങ്ങൾ ആമേൻ വെളിപ്പെട്ടിറങ്ങേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പറയാൻ കഴിയുന്നവർ സ്തോത്രം പറയുക. ഈ മെസ്സേജ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നു 23-ാം വാക്യത്തിൽ. പക്ഷെ യേശു അവിടെ ഉത്തരം കൊടുക്കുന്നത് കാണുന്നില്ല. കണ്ടോ, യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശു അവിടെ അവളെ മൈൻഡ് ചെയ്യുന്നതായി കാണുന്നില്ല. അവിടെ യേശുക്രിസ്തു പോലും സൈലൻ്റായി പോയോ എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ആ മാതാവിനെത്താൻ സാധ്യത. രണ്ടാമത്തെ ചിന്ത ഇതാണ്, ആമേൻ, സൈലൻസ് ഫ്രം ഗോഡ് ഈസ് നോട്ട് ഓൾവേസ് റിജക്ഷൻ. യേശുക്രിസ്തു ആദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ ദൈവം നിശബ്ദമായി പോയെന്നതിൻ്റെ അർത്ഥം നിനക്കുത്തരമില്ലെന്നല്ല, നിന്നെ ഉപേക്ഷിച്ചെന്നല്ല. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, നിന്നോട് സ്നേഹമില്ലെന്നല്ല. സൈലൻസ് ഓഫ് ഹെവൻ ഈസ് സംടൈംസ് എ ടെസ്റ്റ് ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് വോണ്ട് ബി എ ഡിനയൽ ഓഫ് കമ്പാഷൻ. സ്നേഹത്തിൻ്റെ നിരാകരണമാകില്ല, പകരം അത് നീ പ്രാപിച്ചെടുത്ത ക്ഷമയുടെ ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള നിന്റെ വിശ്വാസത്തിൻ്റെ ശോധനയായി മാറും. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ നിശബ്ദമായ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നത്? എന്തുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല? ഞാൻ കടന്നു പോകുന്ന സാഹചര്യം ദൈവത്തിന് അറിയില്ലേ? ഇപ്പം പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ ഇനി എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്? എൻ്റെ ആവശ്യം ഇപ്പോഴാണ്. ഇവിടെ കർത്താവ് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ സ്വർഗീയ നിശബ്ദതകളെ ആമേൻ സ്തോത്രം വല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് പിശാചിട്ട് ചോദ്യങ്ങളായി നമ്മുടെ വിശ്വാസത്തെ വല്ലാതെ ഇടിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധാരണമായ വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് കയറി യേശു പോലും ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറയത്തക്ക തരത്തിൽ ഒരാത്മമണ്ഡലത്തിലേക്ക് നിനക്ക് കയറാൻ കഴിയുമെങ്കിൽ, ഓ ജീസസ്, ഞാനൊരു പദം പറയുക കേട്ടോ, വിശ്വാസം കൊണ്ട് സ്വർഗത്തെ ഞെട്ടിക്കുക. ഒരു ഹല്ലേലൂയ പറയുന്നവരുണ്ടോ? വിശ്വാസം കൊണ്ട് സ്വർഗത്തെ ഞെട്ടിക്കുക. ഇതിനകത്ത് ചില വിശ്വാസ വീരന്മാർ എഴുന്നേൽക്കാൻ പോകുന്നു കേട്ടോ. വിശ്വാസം കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്ന, വിശ്വാസം കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യുന്ന. ഞാൻ തിരിച്ചറിയുന്നു ഈ സൂം മീറ്റിങ്ങിനകത്ത് ഇപ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം ചലിക്കുന്ന ചില മുറികൾക്കകത്ത് നിങ്ങളിരുന്ന് ഈ മെസ്സേജ് കേൾക്കുന്നത് നിങ്ങളുടെ ലിവിംഗ് റൂമിലാകാം, കിച്ചണിലാകാം, ട്രാവലിലാകാം. പക്ഷെ നീ ഇരിക്കുന്ന ഇടത്ത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ മേഖല തുറന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം പറയുന്നവരെ ഞാൻ കാണുന്നു. ആമേൻ പറയുന്നവരെ ഞാൻ കാണുന്നു. ഈ സൂം മീറ്റിങ്ങിനകത്ത് അങ്ങനൊരു തലം തുറന്നു വരട്ടെ. വിശ്വാസത്തിൻ്റെ ഒരു മേഖല ഇല്ല. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പിശാച് കേൾക്കെ പറയുക, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല.
എൻ്റെ ദൈവം നിശബ്ദമായിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൻ്റെ ശോധനയാണ്. ഞാൻ ആ തലങ്ങളെ കടന്നു വരും. ഈ രോഗം നിന്റെ അവസാനമല്ല, ഈ വേദന നിന്റെ അവസാനമല്ല, ഈ പ്രതിസന്ധി കൊണ്ട് നീ തീരുകയില്ല. പകരം ഈ ദൈവിക നിശബ്ദതയുടെ സീസണിനകത്ത് എൻ്റെ അകത്ത് ഞാൻ പോലും ചിന്തിക്കാത്ത മേഖലകൾക്കകത്ത് ശക്തമായി വളർന്നു വരാൻ പോകുന്ന വിശ്വാസത്തിൻ്റെ മേഖലകളുണ്ട് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ സൂം മീറ്റിംഗിൽ ഇപ്പോൾ ഈ ദൂതനെ സ്വീകരിച്ച് ആരാധിക്കുന്ന ജനത്തിൻ്റെ മേൽ ആ വിശ്വാസത്തിൻ്റെ വരം, ഐ സെഡ് ഇറ്റ്, ഐ മെന്റ് ഇറ്റ്, ഐ റിപ്പീറ്റ് ഇറ്റ്, വിശ്വാസത്തിൻ്റെ വരം ഇപ്പോൾ സംഭവിക്കട്ടെ, ഇപ്പോൾ സംഭവിക്കട്ടെ. വിശ്വാസത്തിൻ്റെ തലം സംഭവിക്കട്ടെ. വിശ്വാസത്തിൻ്റെ ആഴം തുറന്നു വരട്ടെ. വിശ്വാസത്തിൻ്റെ ദൈവിക പ്രവൃത്തികൾ തുറന്നു വരട്ടെ. വിശ്വാസത്തിൻ്റെ ഇടപെടലുകൾ തുറന്നു വരട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ രോഗം മാത്രം സൗഖ്യമാകുന്നതല്ല, നീ കൈവെക്കുന്നിടത്ത് രോഗികൾ സൗഖ്യമാകുന്ന, നീ പ്രാർത്ഥിക്കുന്നിടത്ത് രോഗികൾ സൗഖ്യമാകുന്ന, നിന്റെ കൽപ്പനകൾക്ക് പുറകിൽ അസാധ്യതകൾ വഴിമാറുന്ന ജീസസ് 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 ജീസസ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ അങ്ങനെ സംഭവിച്ചു വരട്ടെ, അങ്ങനെ സംഭവിച്ചു വരട്ടെ, അങ്ങനെ സംഭവിച്ചു വരട്ടെ. ഞാൻ ഇപ്പോൾ വിശ്വാസത്താൽ കാണുന്നു ചില വീടുകൾക്കകത്ത് ചരിത്രം തിരിഞ്ഞു വരുന്നത്. ജെയിംസ്, ഒരാമേൻ പറ. ഇന്ന് വരെ കേട്ടുകേഴ്വയില്ലാത്ത ചിലത് നിൻ്റെ വീടിനകത്ത് തുറന്നു വരുമെന്ന് പറ, യേശുവിൻ നാമത്തിൽ. ആമേൻ 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 ആമേൻ. ഓരോരുത്തരും അങ്ങനെ പറഞ്ഞേ, ഓരോരുത്തരും അങ്ങനെ പറഞ്ഞേ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. വിശ്വാസത്താൽ ഞാൻ അത്ഭുതം ചെയ്യും. വിശ്വാസത്താൽ ഞാൻ വീര്യപ്രവൃത്തി ചെയ്യും. വിശ്വാസത്താൽ എൻ്റെ ദൈവം ഞാൻ കരഞ്ഞ വിഷയത്തിൻ്റെ മേൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് ഞാൻ കാണും എന്ന് പറയാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറയുന്നു കർത്താവേ, ഞാൻ അങ്ങനെ പറയുന്നു കർത്താവേ, ഞാൻ അങ്ങനെ പറയുന്നു കർത്താവേ, ഞാൻ അങ്ങനെ പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. മൂന്നാമത്തെ ചിന്ത, ഈ വിശ്വാസം വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. വാതിലുകൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ട് പിന്മാറാതെ വിശ്വാസം സംസാരിച്ചു കൊണ്ടേയിരുന്നു. ഫെയ്ത്ത് കീപ്സ് പ്രസ്സിങ് ഈവൻ വെൻ ഡോർസ് ആർ അപ്പിയറിംഗ് ടു ബി ക്ലോസ്ഡ്. എന്ന് പറഞ്ഞാൽ ഇനിയും തുറന്നിരിക്കുന്നില്ലെന്ന് അറിയുമ്പോഴും വീണ്ടും വീണ്ടും വിശ്വാസം ഇങ്ങനെ അതെ തിരക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസത്തോടെ പറയാം, അടയപ്പെട്ട വാതിലിൻ്റെ മുമ്പിൽ നിന്റെ വിശ്വാസം ശോധന ചെയ്യപ്പെടും. അവിടെയാണ് നീ ആരെന്നറിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ തുറന്നിരിക്കുന്ന വാതിലിലൂടെ പ്രാർത്ഥിച്ച് കയറാൻ വേണ്ടിയാണ് പലരും വിശ്വാസത്തിന് വേണ്ടി ഇരിക്കുന്നത്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോന് നഗരിയിലേക്ക് പോകുന്നു എന്നൊക്കെ പാടുന്നത് എപ്പോഴാണെന്നറിയാമോ? തുറന്നിരിക്കുന്ന വാതിലിൽ കൂടെ നടക്കാൻ. പക്ഷെ വിശ്വാസം എവിടെ അറിയണ്ടെന്നറിയാമോ? ഇനി വാതിൽ തുറന്നിട്ടില്ല, അടച്ചേക്കുവാന്ന് പറയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ശിഷ്യന്മാർ അല്ലേ, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഒന്ന് വായിച്ചേ. 25-ാം വാക്യത്തിലല്ലേ? 5 വായിച്ചേ. മത്തായി 15:25. കർത്താവേ, എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നു, നന്നല്ലാണ് ഉത്തരം പറഞ്ഞു. ഒരു മിനിറ്റ്. 23-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 23-ല് ഈ യേശു ഒരക്ഷരവും പറഞ്ഞില്ല. പക്ഷേ ഉടനെ ശിഷ്യന്മാർ അടുക്ക് വന്നിട്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുക. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്തെന്നറിയാമോ ശിഷ്യന്മാർ പറഞ്ഞ 23-ാം വാക്യമാണ്, 25 അല്ല 23. ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവൾ ഞങ്ങളുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞു.
സെൻഡ് ഹെർ അവേ ഫോർ ഷീ ക്രൈ ആഫ്റ്റർ അസ്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു പദം പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ. ഈ യേശുക്രിസ്തു വിശ്വാസത്തിൻ്റെ ശോധന എന്ന വണ്ണം മിണ്ടാതിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചില ശിഷ്യന്മാർക്ക് നമ്മുടെ കരച്ചിൽ അസഹ്യമായിട്ട് തോന്നും. പ്രയാസമാണോ അത് പറഞ്ഞത് കേൾക്കാൻ? കർത്താവ് സൈലൻ്റായിട്ട് ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ശോധനയ്ക്കാണ്. ആ സമയത്ത് പാസ്റ്റർമാരിൽ പലർക്കും നമ്മുടെ കരച്ചിൽ അരഗൻ്റായിട്ട് തോന്നും. അത് പറയുമ്പോൾ പ്രശ്നമില്ല. പാസ്റ്റർമാരെന്ന് പറയുമ്പോൾ ബിജോയ് പാസ്റ്റർ പിണങ്ങത്തില്ല, ഒത്തിരി പാസ്റ്റർ അതിനകത്ത് ഇരിപ്പുണ്ട്, ആരും പിണങ്ങത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങോട്ടൊരു കാര്യം പറയാം. ഈ ചിലർ നമ്മളെ മൈൻഡ് ചെയ്യുക, നമ്മുടെ ഈ എന്താ ഒരു പ്രാർത്ഥനാ വിഷയം കേൾക്കാൻ പോലും എന്താ പറഞ്ഞ അങ്ങ് എന്തോ പറഞ്ഞ ഒരു താല്പര്യമില്ലായ്മ കാണിക്കുമ്പോൾ ഒരു സ്തോത്രം പറഞ്ഞേക്കണം. ശിഷ്യന്മാരുടെ പ്രശ്നമല്ല. യേശു നിൻ്റെ വിശ്വാസത്തെ അളക്കുമ്പോൾ ഒരു ചെറിയ റെക്കമെൻഡേഷൻ പോലും യേശു ആഗ്രഹിക്കുന്നില്ല. കാരണം പത്രോസ് പറയുന്ന കേട്ട് യേശു സൗഖ്യമാക്കിയായിരുന്നെങ്കിൽ നാളെ ഒരു പുതിയ ഓഫീസ് പത്രോസ് തുടങ്ങിയേനെ. യേശുവിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള പ്രത്യേക ഒരു ഫ്രണ്ട് ഓഫീസ് ഇവിടെ ഉണ്ടോ നിങ്ങൾ? ജെസ്സി സിസ്റ്ററെ അങ്ങൊരു ഫ്രണ്ട് ഓഫീസ് സിസ്റ്റം ഇല്ല. അന്ന സിസ്റ്ററെ അങ്ങൊരു ഫ്രണ്ട് ഓഫീസ് ഇല്ല. യേശുക്രിസ്തുവിന് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഗ്ലാഡ്സ് അംബാസഡർ ഔദാര്യമൊന്നും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാൻ ബിജോയ് പാസ്റ്ററുടെ ഔദാര്യമൊന്നും വേണ്ട. പകരം ചില പത്രോസും യോഹന്നാനും യാക്കോവും അടങ്ങുന്ന ശിഷ്യവൃന്ദം അവളെ പറഞ്ഞു വിടാൻ യേശുവിനോട് ആവശ്യപ്പെടുമ്പോഴും എന്ന് പറഞ്ഞാൽ when the system says you to give up, നിർത്ത്, മതി. ഒന്നുകൂടെ പറഞ്ഞാൽ വസ്തുതകളോട് പൊരുത്തപ്പെടാൻ സിസ്റ്റം നിന്നോട് പറയുമ്പോൾ വസ്തുതകളോട് പൊരുത്തപ്പെടാൻ മനസ്സില്ലാതെ കരയുന്ന ഒരമ്മ. ഓ ജീസസ്, യേശുവിൻ നാമത്തിൽ എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റുന്നുണ്ട്? ഞാൻ പദമൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. വസ്തുതകളോട് പൊരുത്തപ്പെടുക എന്ന് സിസ്റ്റംസ് നിന്നോട് പറയുമ്പോൾ വസ്തുതകളോട് പൊരുത്തപ്പെടാൻ മനസ്സില്ലാതെ സൗഖ്യം വേണമെന്ന് കരയുന്ന ഒരമ്മ. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാന്ന് പറയുന്നത് ഒരു ഹല്ലേലൂയ പറഞ്ഞു. അവൾ പറഞ്ഞു, ആരെല്ലാം ഗീവപ്പ് ചെയ്യാൻ പറഞ്ഞാലും എൻ്റെ തലമുറയുടെ സൗഖ്യം കാണുന്നത് വരെ ഐ വിൽ നെവർ ഗിവ് അപ്പ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. പെർസിസ്റ്റന്റ് ഫെയ്ത്ത് കീപ്സ് kneeling even when every systems says you to give up. വിട്ടുകളാണ് സിസ്റ്റമുകൾ പറയുമ്പോഴും ഉറച്ച വിശ്വാസം, തികഞ്ഞ വിശ്വാസം എന്തു ചെയ്യും? ആമേൻ, സ്തോത്രം. മുട്ടുമടക്കി കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ 2 പദം ഓരോ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കാം, സമയം കഴിഞ്ഞു. നമ്പർ 1, സത്യം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞ അത്ഭുതം, പറഞ്ഞ ഉപമ ഇച്ചിരി കട്ടിയല്ലേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചേ. ഉടനെ നമ്മളായിരുന്നെങ്കിൽ യേശു എന്നെ നായെന്ന് വിളിച്ചു, എൻ്റെ കൊച്ചിനെ നായ്ക്കുട്ടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എന്തെല്ലാം ഇഷ്യൂ ഉണ്ടാക്കിയേനെ. എന്നാലും ഫേസ്ബുക്ക് പേജിലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്തേനെ. സത്യം പറഞ്ഞാൽ യേശുവിൻ്റെ കച്ചവടം നമ്മൾ കൂട്ടിയത് അല്ലേ? ഉടനെ അവൾ പറയുന്ന പദം എന്തുവാ? 25-ാം വാക്യത്തിൽ, 27-ാം വാക്യത്തിൽ, അതേ കർത്താവേ. കണ്ടോ? യെസ് ജീസസ്, യെസ് ലോർഡ്, അതേ കർത്താവേ എന്ന് പറഞ്ഞാൽ നായ്ക്കുട്ടിയാണേ, മക്കളല്ലേ എന്ന് അവളെ സമ്മതിക്കുക. കണ്ടോ? ദ ഹ്യൂമിലിറ്റി, ആ ഒരു വിനയം കണ്ടോ?
let me tell you this. Humility always open the way for breakthrough. നിൻ്റെ വിനയം ചില മേഖലകൾ, നിൻ്റെ താഴ്മ, നിൻ്റെ സ്വഭാവം ചില മേഖലകൾക്കകത്ത് വഴിത്തിരിവുകൾ ഉണ്ടാക്കും. യേശുവിൻ നാമത്തിൽ ഇടിച്ചു കയറാൻ നിനക്ക് മനസ്സില്ലേ? നിൻ്റെ ബലഹീനതയാണെന്നാണോ ആളുകൾ ചിന്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, നോ, കർത്താവ് അതിനെ നിൻ്റെ മെറിറ്റായി കാണും യേശുവിൻ നാമത്തിൽ. എന്നിട്ട് അവ പറഞ്ഞു കേട്ടോ, ഉവ്വ് കർത്താവേ, മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകളും നായ്ക്കുട്ടികൾക്ക് കിട്ടുമല്ലോ യേശുവിൻ്റെ നാമത്തിൽ. പ്രൈഡ് ഓൾവേസ് ഡിമാൻഡ്സ് ദ റൈറ്റ്സ്. ഈ പ്രൈഡ്, നിങ്ങളൊന്നോ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? അവകാശങ്ങൾക്ക് വേണ്ടി. സത്യം പറഞ്ഞാൽ മക്കളെങ്കിലോ അവകാശികൾ അത്രയെന്നുള്ള വാക്യം എടുത്തിട്ടും നമ്മൾ ഇടിച്ചു കയറുകയല്ലേ. അത് ജാതിയായ ഒരു സഹോദരി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. നമ്മൾ അവകാശികളാണ്, എന്നാലും നമ്മൾ ഇടിച്ചു കയറുന്ന പലതും അവകാശത്തിന് വേണ്ടിയാണ്. പക്ഷെ അവൾ പറഞ്ഞു കേട്ടോ, ഹ്യൂമിലിറ്റി ഓൾവേസ് റെഡി ടു റിസീവ് ദ ഗ്രേസ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹിക്കപ്പെടാത്തത് വെളിപ്പെടുന്നതാണ് കൃപ. അതിനുവേണ്ടി അവൾ കാത്തിരുന്നു. അവസാനത്തെ ചിന്ത, അവളുടെ വിശ്വാസം അസാധ്യതകളുടെ അന്തരീക്ഷത്തെ മാറ്റി. Her faith completely changed the atmosphere of impossibility. യേശു പറഞ്ഞു, ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ വിശ്വാസം വലിയത്. എന്നിട്ട് ക്ഷണത്തിൽ നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അവളുടെ കുഞ്ഞ് സൗഖ്യമായി. ആമേൻ. പിന്മാറാൻ തയ്യാറല്ലാത്ത വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അതിർത്തികളെ ഭേദിച്ച് സൗഖ്യം നിന്റെ അടുക്കലെത്തും യേശുവിൻ നാമത്തിൽ. എന്നോട് പറഞ്ഞേ, പിന്മാറാൻ മനസ്സില്ലാത്ത വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അതിർത്തികളെ ഭേദിക്കുന്ന സൗഖ്യം നിന്റെ വീട്ടിലെത്തും യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പിന്മാറാൻ തയ്യാറാകാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളും ജീവിതത്തിൽ പല മേഖലകൾക്കകത്ത് പിന്മാറുന്നവരാണ്? അതോ ദൈവസന്നിധിയിൽ എനിക്ക് പിന്മാറാൻ മനസ്സില്ലെന്ന് പറയുന്നവരാണ്? നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, അസാധാരണമായ ഒരു അത്ഭുതത്തെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം ചിലരെ ഞെട്ടിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം ചിലരെ ഞെട്ടിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കണ്ണും ദൈവസന്നിധി അടയ്ക്ക്. രോഗികളായുള്ളവർ മൊത്തം ഈ നിമിഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ ചിലവഴിക്കണം. പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കും. പരിശുദ്ധാത്മാവ് ചിലരെ സ്പർശിക്കും. ചില തലമുറകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ കൈമാറുന്നത് എനിക്ക് വിശ്വാസത്താൽ കാണാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു വാക്കിൽ നമ്മുടെ ഓൺലൈനിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മുടെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ശബ്ദം നാളുകളിൽ യൂട്യൂബിലൂടെ കാണാൻ പോകുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അവർ അനുഭവിക്കാത്ത ഒരു സൗഖ്യം ഞങ്ങൾ പ്രസംഗിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിനു വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ഒരമ്മ നിന്നപ്പോൾ ആ അമ്മയുടെ മേൽ പ്രവർത്തിച്ച ഒരു രോഗസൗഖ്യം തൻ്റെ തലമുറയ്ക്ക് അനുഗ്രഹമായതുപോലെ ഒരു വലിയ രോഗസൗഖ്യം എൻ്റെ ശബ്ദം കേൾക്കുന്ന ചില വീടുകൾക്കകത്ത്
ഇപ്പോൾ സംഭവിക്കട്ടെ എന്നാത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്ത് യേശുക്രിസ്തുവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ വലിയ ദൈവിക കരുതൽ വെളിപ്പെട്ട് സൗഖ്യദായകനായ യേശുവിനെ ഒന്ന് കാണാൻ ഒരു കൃപ കർത്താവ് കൊടുക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്വർഗം ചെയ്യണം. അതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശേഷിച്ച് നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുന്ന